സെപ്റ്റംബർ 21 യേശുവിന്റെ ശിഷ്യനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ആചരിച്ച് ആഗോള സഭ. ഇസ്രായേലിലെ ഗലീലയിലാണ് അദ്ദേഹം ജനിച്ചത്. റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കലായിരുന്നു തൊഴിൽ. ചുങ്കക്കാരോട് സ്വാഭാവികമായി യഹൂദർക്ക് വെറുപ്പായിരുന്നു. അവരുടെ സമ്പത്ത് കവർച്ചാനിധിയായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. ലേവി എന്ന് വിളിക്കപ്പെടുന്ന മത്തായി ശ്ലീഹ യഹൂദനായിരുന്നു. ഗനേസറത്തിലും തിബേരിയസ് തടാകത്തിൽ കൂടി വരുന്ന ജലയാത്രികരുടെയും ചരക്കുകളുടെയും ചുങ്കമാണ് മത്തായി പിരിച്ചിരുന്നത്. ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഗനേസറത്ത് തടാകത്തിന്റെ തീരത്തുകൂടെ നടക്കുമ്പോഴാണ് ചുങ്കക്കാരൻ മത്തായിയെ അപ്പോസ്തലനായി വിളിച്ചത്. ലേവി എന്ന മത്തായി ധനികനും വിവേകിയുമായിരുന്നു. ബാഹ്യമായി വിളിച്ചവൻ ആന്തരികമായ കൃപാവരം കൊണ്ട് ആ മനസ്സിനെ ഇളക്കി. പ്രഥമ ആഹ്വാനത്തിൽ തന്നെ ലേവി മനസ്സു തിരിഞ്ഞ് ആഹ്ലാദഭരിതനായി. ചുങ്കക്കാരെയെല്ലാം വിളിച്ച് ക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും ഒരു വിരുന്നു കൊടുത്തു. ഫരിസേയർക്ക് അത് ഉതപ്പായെങ്കിലും ഈശോ അവന്റെ വിരുന്ന് സ്വീകരിച്ചു. തോണിയും വലയും ഉപേക്ഷിച്ച് അപ്പോസ്തലന്മാരായി തീർന്നവർ പിന്നീടും മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ ലേവി പിന്നീട് ചുങ്കം പിരിക്കാൻ പോയിട്ടില്ല. ലേവി എന്ന പേരുമാറ്റി യഹോവയുടെ ദാനമെന്നുള്ള മത്തായി എന്ന പേർ ഈശോയാണ് നൽകിയത്. കർത്താവിന്റെ മരണശേഷം എഴുതിയ സുവിശേഷം അറമായി ഭാഷയിൽ രചിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഹെറോദ് അഗ്രിപ്പായുടെ മതമർദ്ദനം ആരംഭിച്ച 42-ാം ആണ്ടിനും ജെറുസലേം സൂനകദോസ് നടന്ന 50-ാം ആണ്ടിനും മധ്യയായിരിക്കണം വിശുദ്ധ മത്തായി സുവിശേഷം എഴുതിയത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. സുവിശേഷകനായ മത്തായി പലസ്തീനായിലും എത്യോപ്യയിലും പാർഥ്യയിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായി ശ്ലീഹായെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.